Praises to Lord, Hallelujah. Praises to Lord, Hallelujah. Praises to Lord. ഒരു ജീവിതാനുഭവത്തിലൂടെ അല്പദൂരം സഞ്ചരിക്കാം. അവിടെ ഒരു വേഴാമ്പൽ. ജാൻസിക്ക് കാണണ്ടേ? വേഗം ചെല്ല്, അത് പോകും. കൂട്ടുകാരിയുടെ ശബ്ദം കേട്ട് ജാൻസിയുടെ കണ്ണുകൾ വിടർന്നു. വേഴാമ്പലോ? അത് കാടുകളല്ലേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന പക്ഷിയല്ലേ, കണ്ടിരിക്കേണ്ടത് തന്നെ. പറന്നു പോകുന്നതിന് മുൻപ് വേഗം പോയി കാണാനായി അവൻ നോക്കി. വലിയ കൊക്കുള്ള, അതുവരെ അവൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ പക്ഷി. എന്നിട്ടും അത് എത്ര നിഷ്കളങ്കമായാണ് ആ മരക്കൊമ്പിൽ ഇരിക്കുന്നത്. അതിൻ്റെ ഓരോ ചലനവും എത്ര നിഷ്കളങ്കമാണ്. മനുഷ്യർ മാത്രമാണ് ദുഷ്ടന്മാർ, പക്ഷികളൊക്കെ പാവമാ, അവളുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞു. ആ വേഴാമ്പൽ എന്താ ഇവിടെ വരാൻ കാരണം എന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. അവളുടെ അടുത്ത് ഉണ്ടായിരുന്നവരോടെല്ലാം അവൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. കാട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണും, അതാണ് അത് നാട്ടിലേക്ക് പറഞ്ഞത് എന്ന് എല്ലാവരും പറഞ്ഞു. നഴ്സറി സ്കൂളിലെ ടീച്ചർ വ്യാഴാമ്പലിന് കുറച്ച് മീൻ ഇട്ട് കൊടുത്തു എന്ന് കൂട്ടുകാരി പറഞ്ഞപ്പോൾ അവളുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ടീച്ചറിനോട് സ്നേഹം തോന്നി. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും ലോകത്തിലുണ്ടല്ലോ എന്നോർത്തപ്പോൾ ഉള്ള സന്തോഷം. ചുറ്റിലും അനാഥരെയും അശരണരെയും വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും അവരിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ലോകമാണ് അതുവരെ അവൾ കണ്ടിരുന്നത്. തെറ്റു ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഈ ലോകമാണ് അവളെ അഭിഷേപിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ എവിടെയും, മാധ്യമങ്ങൾ തുറന്നാലും ആരോടെങ്കിലും സംസാരിച്ചാലും പള്ളിയിൽ പോയാലും സ്കൂളുകളിലും കോളേജുകളിലും പോയാലും പുറത്തുള്ള പത്രമാസികകളിലും ഒക്കെ കാണുന്നത് നാം നന്നാണ്, നല്ല സ്വഭാവമുള്ളവരാണ്, മറ്റുള്ളവരെ കരുതണം, സ്നേഹിക്കണം, അവരെ ഉപദ്രവിക്കരുത്, വേദനയിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണം എന്നൊക്കെയാണ്. എങ്കിലും അതൊക്കെ ചെയ്യാൻ മടിക്കുന്ന ലോകത്തെയാണ് അവൾ അന്നുവരെയും ചുറ്റിൽ കണ്ടത്. ഒരു നന്മ ചെയ്യുമെങ്കിൽ 10 തിന്മ ചെയ്യുന്ന മനുഷ്യർ. എന്നെങ്കിലും അവരുടെ ഒരു നന്മ 100 നന്മകളായി വളരുമെന്ന പ്രതീക്ഷയോടെ ക്ഷമിക്കുന്ന അനേകർ. അവരിൽ ഒരാളായിരുന്നു ജാൻസി. ആ പാവം വേഴാമ്പലിന് കാശ് കൊടുത്ത് വാങ്ങിയ കുറച്ച് മീൻ ഇട്ട് കൊടുക്കാൻ മനസ്സ് കാണിച്ചു ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വളരെ സന്തോഷം തോന്നിയത് അതുകൊണ്ടാണ്. മനുഷ്യർ അറിവ് നേടുമ്പോഴും ആ അറിവ് അവൻ്റെ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ച് അതിൻ്റെ അഹങ്കാരത്തിൽ അവൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഉതകാത്തതൊക്കെയും നശിപ്പിക്കാൻ നടക്കുന്നത് കാണുമ്പോൾ വല്ലപ്പോഴും കാണാൻ കഴിയുന്ന ചെറിയ ചെറിയ നന്മകൾ അവളെ സന്തോഷിപ്പിച്ചിരുന്നു. മീൻ എപ്പോഴും കൊടുക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അതിനെ ഓടിച്ചു വിടും. മീൻ കൊടുത്തതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കൂട്ടുകാരിയുടെ വാക്കുകൾ. അവളുടെ മനോഹര സ്വപ്നം വീണ്ടും വേദനയിലേക്ക് വഴിമാറി. മനുഷ്യൻ തന്നെ. വൈകുന്നേരം നേഴ്സറി വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സിൽ ആ വേഴാമ്പലിൻ്റെ നിഷ്കളങ്ക സ്വഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടിയ ആഹാരം കഴിച്ച് മനുഷ്യരെ പരിചയമില്ലെങ്കിലും അവരെ വെറുപ്പോടെ കാണാതെ താനൊരു കാഴ്ചവസ്തു ആകുമെന്ന് കാണുമ്പോഴും പരിഭവിക്കാതെ നിഷ്കളങ്കമായ ഭാവങ്ങളോടെ സ്നേഹം പങ്കുവെച്ച വേഴാമ്പൽ. അവൾക്ക് മനുഷ്യരിൽ കാണാൻ കിട്ടാതിരുന്ന മറ്റെന്തൊക്കെയോ കൂടെ നിർവചിക്കാനാകാതെ തന്നെ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. പലപ്പോഴും വിവരമില്ലായ്മയാണ് മനുഷ്യൻ നിഷ്കളങ്കം എന്ന് പറയുന്നത്. എല്ലാ അറിവും ഗുണങ്ങളും ശക്തിയും ഉണ്ടെങ്കിലും അവയിൽ അഹങ്കരിക്കാതിരിക്കുന്നതും അവയെ ദുഷ്ടത പ്രവർത്തിക്കാനുള്ള ആയുധമാക്കാതെ ഇരിക്കുന്നതുമാണ് യഥാർത്ഥ നിഷ്കളങ്കത എന്ന് അന്ന് കുഞ്ഞു ജാൻസി ദൈവം പഠിപ്പിച്ചു. ആ വ്യാഴാമ്പലിൻ്റെ പ്രതികരണം അവളെ വല്ലാതെ സ്പർശിച്ചിരുന്നു. ആ വ്യാഴാമ്പൽ കാടിൻ്റെ പ്രൗഢിയിൽ വലിയ കുപ്പുമായി ജീവിച്ചിരുന്നതാണ്. തൻ്റെ കാഴ്ചവസ്തുവായി കണ്ട് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ശാന്തമായി തൻ്റെ സുരക്ഷ നോക്കുകയല്ലാതെ മനുഷ്യനെ മുറിവേൽപ്പിക്കാൻ കഴിയുന്ന കൊക്കോ നഖങ്ങളോ അവ മനുഷ്യനെതിരെ ഉപയോഗിച്ചില്ല. അപ്പോഴും അതിനുണ്ടായിരുന്ന ശാന്തതയിൽ നിഷ്കളങ്കത മാത്രം അറിഞ്ഞു നിന്നു. വളരെ അധികം നേരം ജാൻസി ആ വ്യാഴാമ്പലിനെ നോക്കിക്കൊണ്ട് നിന്നു. അതിന് ഇത്രയും ശബ്ദം കേട്ടിട്ടും കല്ല് പറക്കി കുട്ടികളെ എറിഞ്ഞിട്ടും ശാന്തത വിടാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. ഒരല്പം ഉയർന്ന കൊമ്പിലേക്ക് പറന്ന് സുരക്ഷിതമായി ഇരിക്കുകയല്ലാതെ തിരികെ ഒന്ന് കൊത്താൻ പോലും അത് തയ്യാറായില്ല. അവൾക്ക് ആ വേഴാമ്പലിനെ കാണാൻ തിരികെ പോരാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനി നാളെയും മീൻ കൊടുക്കുമായിരിക്കും. അപ്പോഴും അത് ഇവിടെ തന്നെ നിൽക്കുമായിരിക്കും.
അതിവിടുന്ന് പോകില്ലായിരിക്കും. പക്ഷേ അതിനെ ഓടിച്ചു വിടുമെന്നാണല്ലോ കൂട്ടുകാർ പറഞ്ഞത്. അതിനെ ഓടിച്ചു വിടില്ലായിരിക്കും. ചിലപ്പോൾ അതിന് ഫുഡ് കൊടുക്കുമായിരിക്കും. വെറുതെ ചിന്തിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് മടങ്ങി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അവൾ ഓർത്തുകൊണ്ടിരുന്നു, ഈ മനുഷ്യർ ആ വേഴാമ്പലിനെ എന്തു ചെയ്യും? പിറ്റേ ദിവസത്തെ പത്രത്തിൽ വേഴാമ്പലിനെ വനപാലകർ പിടികൂടിയെന്നും കാട്ടിലേക്ക് വിട്ടുവെന്നും വാർത്ത വായിച്ചപ്പോൾ എല്ലാ ആശങ്കകളും മാറി. ആ വ്യാഴാമ്പലിനൊപ്പം കാട്ടിൽ പോകാൻ കഴിഞ്ഞെങ്കിൽ തനിക്ക് കൂട്ടുകിടാൻ പറ്റിയ ഒരാളെ കിട്ടുമായിരുന്നു എന്ന് അവൾക്ക് വീണ്ടും വീണ്ടും തോന്നിക്കൊണ്ടിരുന്നു. നിഷ്കളങ്കരാകാൻ ആഹ്വാനം ചെയ്യുന്ന പലരുണ്ടായിട്ടും ഒരല്പം പോലും തിരുത്താൻ ശ്രമിക്കാതിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു വ്യാഴാമ്പലാകാൻ, ദൈവഹിതം പോലെ നിഷ്കളങ്കയായി തന്നെ തുടരാൻ അവൾ തീരുമാനിച്ചു. മനുഷ്യരിൽ ഒരു മാതൃക കാണാൻ കിട്ടിയില്ലെങ്കിലും ചുറ്റിലും നിഷ്കളങ്കത ബാക്കി നിൽക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികൾ പലതുമുണ്ട് എന്ന് തിരിച്ചറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അവളുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞു. തൻ്റെ മാതൃകയാക്കാൻ ആ വ്യാഴാമ്പൽ കൊള്ളാം. തനിക്ക് കൂട്ടായിട്ട് അടുത്തല്ലെങ്കിലും വളരെ അകലെ ഏതോ കാട്ടിൽ വളരെ ദൂരെ മറ്റൊരു ജീവിതം ജീവിക്കുന്ന ഒരു വേഴാമ്പലുണ്ട്. ഒരു വേഴാമ്പലെങ്കിലും ഉണ്ട്. തനിക്ക് കൂട്ടിന് ഈ ലോകത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികളുണ്ട് എന്നോർത്തപ്പോൾ തൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ അവൾക്കൊരു പ്രചോദനം തന്നെയായിരുന്നു. കൽപ്പനകൾ നമ്മുടെ ഉള്ളിലാക്കാൻ നാം ഉൾപ്പെടുന്ന ഓരോ സംഭവങ്ങളും കാഴ്ചകളും ദൈവം പ്രയോജനപ്പെടുത്തും. അത് ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം സൃഷ്ടിയെ എത്ര നിർമ്മലമായാണ് സൃഷ്ടിച്ചത് എന്ന് ചിന്തിക്കാനും വചനത്തിൽ അധിഷ്ഠിതമായി ചിന്തിച്ച് അതിനനുസരിച്ച് മനസ്സൊരുക്കി ദൈവം പഠിപ്പിക്കുന്നത് പഠിക്കാൻ കാത്തിരിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവം നമ്മുടെ കാഴ്ചകളിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ ചിന്തകളിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് തിരിച്ചറിയുന്നതിനും അതിനെ സംശയിക്കാതെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിനും നമുക്ക് കഴിയട്ടെ. സങ്കീർത്തനം 101:2-3 വചനങ്ങൾ. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറും. ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.